അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ഹലോ, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ പനിയൊക്കെ കാരണം ഒരു ലോങ് വീഡിയോ എടുക്കൽ ഇങ്ങനെ നീണ്ട് പോയിരുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് പനിയൊക്കെ മാറിപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ പനി ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, വെറുതെ കിടക്കുക, ഫോൺ നോക്കുക, ഉറങ്ങുക, ഇതന്നെയായിരുന്നു പണി. അപ്പോൾ ഈവനിങ് എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ വീണ്ടും ഒന്ന് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വന്നെങ്കിലും ഞാനതൊക്കെ മാറ്റി വെച്ച് നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നേരെ കിടന്നതായിരുന്നു. അപ്പോൾ നല്ലൊരു കുളി പാസ്സാക്കി. ഇത് ബാത്ത് ആൻഡ് ബോഡിയില്ല, ബോഡി ഷോപ്പിൻ്റെ ഷവർ ജെല്ലും പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷും മാത്രമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ഒരു മോഡലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നല്ലൊരു ആപ്പിൾ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒരു ഷേക്ക് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ആപ്പിളും കുറച്ച് പാലും പിന്നെ ഒരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അലങ്കാരത്തിന് ആ ഒരു ബൂസ്റ്റും അത് സംഭവം തുറന്ന് വെച്ചിട്ട് നന്നായി കട്ട പിടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കലക്കി കുടിക്കാനല്ലേ. അപ്പോൾ അങ്ങനെ ബൂസ്റ്റും പിന്നെ ആവശ്യത്തിലധികം പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ജ്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ഉള്ളിവട, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാറ്ററൊക്കെ അമ്മയാണ് ഉണ്ടാക്കിയത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടെണ്ണയ്ക്ക് മാവൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഉള്ളിവടയും ഇവിടെ സെറ്റാവുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് ഉള്ളിവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കൂട്ടി ജസ്റ്റ് ഒരു ചായ അല്ല, ഈവനിങ്ങത്തെ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിററിൻ്റെ ചുറ്റും നമ്മൾ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഇൻസ്പോണ് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻസ്പോ ഒക്കെ കിട്ടി, ബട്ട് ഞാനത് ചെയ്തില്ല. കാരണം ഓൾറെഡി എൻ്റെ റൂമിൽ അത്യാവശ്യം എല്ലാ സൈഡിലും ലീവ്സ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മിററിൻ്റെ അവിടെയും കൂടെ വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അത് തൽക്കാലം അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ കുറച്ച് ബുക്സൊക്കെ സെറ്റാക്കി വെക്കാണ്ടായിരുന്നു. ഇതിപ്പോൾ ബുക്ക് ഞാൻ സെറ്റാക്കുന്നതൊന്നും റെഡിയാക്കി വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം ഇത് റാക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണെങ്കിലും വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബുക്ക് കളക്ഷൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് നൈറ്റ് ആയിട്ടുണ്ട്, എന്തെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ദിവസം പനി ആയതുകൊണ്ട് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, വെറുതെ കിടക്കൽ മാത്രമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബാക്ക് ടു റൊട്ടീനിലേക്ക് ആവാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ബുക്കൊക്കെ എടുത്ത് വായിച്ചു. കുറേയൊന്നും വായിച്ചിട്ടില്ല, ഒരു 2 പേജൊക്കെ വായിച്ചിട്ടുണ്ടാവും, 2-3 പേജൊക്കെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും അത് വായിച്ചല്ലോ, ആ ഒരു സമാധാനത്തിൽ നിന്ന് കിടക്കാം. ഈ ബുക്കൊക്കെ ആക്ച്വലി ഞാൻ ഒരു
ബുക്ക് ഫെസ്റ്റിന് പോയപ്പോൾ അതിന് ഒരു ബോക്സിന് 1500 അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. എവിടെയും കേൾക്കാത്ത ബുക്കൊക്കെയാണ്, പിന്നെ എന്തായാലും പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, ഒരു ടീനേജ് ലവ് സ്റ്റോറി അങ്ങനെയാണ് എനിക്ക് ഇതുവരെ തോന്നുന്നത്. ഫുള്ളായിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ബുക്കൊക്കെ വായിച്ചു. ഇനിയിപ്പോൾ എന്താ, ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആൻഡ് എനിക്ക് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം, നമ്മളെ റൂമിൽ പ്ലാന്റ്സ് വെക്കുക അതൊക്കെ. പക്ഷേ ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടിപ്പോൾ കുറച്ചായി. ബട്ട് എനിക്ക് ഞാനത് കെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല. ഇത് നമ്മൾ ഒരുപാട് ടൈം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അവിടെ ചീഞ്ഞ് പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ് തന്നെയാണ്, പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നതെന്ന് മനസ്സിലാവണില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മറ്റേ സൺലൈറ്റ് കാണിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. ബട്ട് എന്താണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, മെയിനായിട്ടൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ബാക്ക് ടു റൊട്ടീനിക്ക് വരിക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.